പ്രിയപ്പെട്ട കുട്ടികളെ, ഞാൻ രവികുമാർ, മലപ്പുറം ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ ഗണിതാധ്യാപകനായിരുന്നു. അപ്പോൾ ഇവിടെ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് മെൻ്റൽ എബിലിറ്റി പരിശോധിക്കുന്നതിനുള്ള ചില ചോദ്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ചോദ്യങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് circle plus circle equal to 10. Circle plus square is equal to 10. Circle into square minus triangle into circle equal to 5. Then the value of triangle will be dash. നോക്കൂ, അപ്പോൾ സർക്കിൾ പ്ലസ് സർക്കിൾ ഈസ് ഈക്വൽ ടു 10 എന്നുള്ളത് ഞാൻ സി പ്ലസ് സി ഈസ് ഈക്വൽ ടു 10. Therefore, C is equal to 5. Then C plus S is equal to 10. Therefore, S plus S is equal to 5. Then what he says? S is equal to 2.5. Then in the last statement, C into S minus T into C is equal to 5. Therefore, C into S minus T is 5. C is 5 and S is 2.5. Therefore, 5 into 2.5 minus T is equal to 5. Then 2.5 minus T is equal to 1. Then what is T? T is equal to 1.5. Okay. Then look at the second question. Here is a picture. The question is, how many parallelograms are there in the figure? ഈ ഫിഗറിൽ എത്ര പാരലോഗ്രാംസ് ഉണ്ടെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കത് എണ്ണി നോക്കി കണ്ടുപിടിക്കാൻ തന്നെ മാർഗമുള്ളൂ. ഞാനതിന് ആ പോയിന്റ്സിനൊക്കെ പേര് കൊടുത്തൊരു പുതിയ ചിത്രം എടുക്കാം. നോക്കൂ, അവിടെയുള്ള പാരലോഗ്രാംസ് ഏതൊക്കെയാണെന്ന് നോക്കൂ. ഞാനൊന്ന് വായിക്കാം. എ ബി സി ഇ, ഇ സി എച്ച് എഫ്, എ ബി എച്ച് എഫ്, ഡി സി എച്ച് ജി, ഇ ഡി ജി എഫ്, എഫ് എച്ച് എൽ കെ, ജി എച്ച് എം എൽ, ജി ഐ എൽ ജെ, എഫ് എച്ച് എം കെ, എഫ് ജി എം എൽ, ജി എച്ച് എൽ കെ, ജി എച്ച് ഒ പി, കെ എം എൻ ക്യു, എൽ എം ഒ പി, ഇ ഡി എം എൽ. ഇങ്ങനെ 15 പാരലോഗ്രാംസ് ആണ് ആ ചിത്രത്തിലുള്ളത്. Therefore, the answer is 15. ശരി, നമുക്കൊന്ന് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. തേർഡ് ക്വസ്റ്റ്യൻ നോക്കൂ. A newspaper has 6 sheets consisting of 24 pages in total. If page number 17 of that newspaper is missing, then find the set of missing pages in that newspaper from the alternatives given below. അപ്പോൾ എ ന്യൂസ് പേപ്പർ ഹാസ് 6 ഷീറ്റ്. ഒരു ന്യൂസ് പേപ്പറിന് 6 ഷീറ്റുകൾ ഉണ്ടായിരുന്നു. അതിൽ 6 ഷീറ്റും കൂടെ എത്ര, 6 4 24 പേജസ് ഉണ്ടായിരുന്നു. അതിൽ 17ാമത്തെ പേജ്, ദ പേജ് നമ്പർ 17 ഓഫ് ദ ന്യൂസ് പേപ്പർ ഈസ് മിസ്സിംഗ്. ദെൻ ഫൈൻഡ് ദ സെറ്റ് ഓഫ് മിസ്സിംഗ് പേജസ് ഇൻ ദാറ്റ് ന്യൂസ് പേപ്പർ ഫ്രം ദ ആൾട്ടർനേറ്റീവ്സ് ഗിവൺ ബിലോ. അപ്പോൾ ഞാനതിന് നോക്കൂ. അപ്പോൾ
12 1 മുതൽ 12 വരെയുള്ള സംഖ്യകൾ എഴുതി 13 തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് എഴുതി. അപ്പോൾ അതിൽ ഫസ്റ്റ് പേജും സെക്കൻഡ് പേജും 23rd പേജും 24th പേജും ഒരു ഷീറ്റിലായിരിക്കും. അല്ലെ, ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഒരു ഷീറ്റിൽ വരുന്ന പേജസ് ഞാനൊരു വട്ടം വരച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ആവുമ്പോൾ 17ാമത്തെ പേജ് വരുന്ന ആ ഷീറ്റിലുള്ള മറ്റ് പേജുകൾ ഏതാ വരിക? 7, 8, 18 ആൻഡ് 17 അല്ലേ? ശരിയല്ലേ? അപ്പോൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കാനുള്ള എളുപ്പമാർഗ്ഗമാണ്. അപ്പോൾ ഇങ്ങനെ ക്രമത്തിൽ എഴുതുക. ക്രമത്തിൽ എഴുതുമ്പോൾ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക, ആലോചിച്ച് നോക്കുക. അപ്പോൾ 1, 2 എന്നിട്ട് ഏറ്റവും ലാസ്റ്റിലെ പേജായിരിക്കും ആ ഷീറ്റിൽ, പിന്നുള്ളതിൽ ഏറ്റവും ലാസ്റ്റിലെ പേജായിരിക്കും. അപ്പോൾ 23, 24. ഇനി രണ്ടാമത്തെ ഷീറ്റിൽ വരുന്നത് 3, 4, 21, 22. മൂന്നാമത്തെ ഷീറ്റ് ആകുമ്പോൾ 5, 6, 20, 19. ഇങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ 17 വരുന്ന പേജ്, 17 വരുന്നത് അല്ലെ 17th പേജുള്ള ഷീറ്റ് എന്ന് പറയുന്നത് ആ ഷീറ്റിലുള്ള മറ്റ് പേജുകൾ 7, 8, 17, 18 ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയും. ശരി, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നോക്കൂ, അവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. The given figure in the question has 5 squares and 4 equilateral triangles. 2 squares and 2 triangles are shaded. The figure is folded along the dividing lines, the squares by 90 degrees and triangles by 45 degrees, so as to form a closed 3-dimensional object. The object is then placed with its apex pointing towards your left. Which one among the figures given in the alternatives can be seen? അപ്പോൾ ഇതിനെ നമ്മൾ മടക്കി അതിൻ്റെ ആ പോയിന്റ് ലെഫ്റ്റിലേക്ക് നമ്മുടെ ലെഫ്റ്റിലേക്ക് വരത്തക്കവണ്ണം വെച്ച് കഴിഞ്ഞാൽ ഈ ചിത്രത്തിൽ ഏത് ഭാഗമാണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ അങ്ങനെ മടക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുക ആ ഷെയ്ഡഡ് പോർഷനും പിന്നെ ഷെയ്ഡ് ഇല്ലാത്ത പോർഷനും ആയിരിക്കും. അത് ഇങ്ങനെ ഒരു പേപ്പർ ഉണ്ടാക്കി നമ്മൾ മടക്കി നോക്കിയാൽ അത് മനസ്സിലാക്കും. അപ്പോൾ ആ താഴെയുള്ള ഭാഗം നമുക്ക് കാണാൻ കഴിയും, അതേപോലെ അതിന് തൊട്ട് മുകളിലുള്ള ഭാഗവും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ആൻസർ ആ ഫസ്റ്റ് ചോയ്സാണ്, ഒന്നാമത്തതാണ് ആൻസർ. ശരി, നമുക്ക് അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. അവിടെ ഒരു സീക്വൻസ്, അതിലൊരു മിസ്സിംഗ് ടേം ഉണ്ട്, അത് ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഫസ്റ്റ് ടേം ഈസ് 6, then 24, 60. നെക്സ്റ്റ് ടേം അതറിയില്ല, then 210. അപ്പോൾ ആ മിസ്സിംഗ് ടേം ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ മിസ്സിംഗ് ടേം കണ്ടുപിടിക്കണമെങ്കിൽ ഓരോ ടേം എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ എങ്ങനെ 6, 24, 60 എക്സെട്ര 210 ഇതിനെ അവിടെ ഡിഫൈൻ ചെയ്ത്, അല്ലെങ്കിൽ ഓരോ ടേമിനെയും എങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഈ സീക്വൻസിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കിയാൽ മാത്രമേ ആ മിസ്സിംഗ് ടേം ഏതാണെന്ന് കണ്ടുപിടിക്കാൻ കഴിയൂ. ശരി, നമുക്ക് ആൻസർ നോക്കാം. നോക്കൂ, ഫസ്റ്റ് ടേം ഈസ് 6. 6നെ നമുക്ക് 2³ - 2 എന്ന് എഴുതാം. 2³ ഈസ് 8, 8 - 2. സെക്കൻഡ് ടൈം ഈസ് 24. അപ്പോൾ 24നെ നമുക്ക് 3³ - 3 എന്ന് എഴുതാം. 3³ ഈസ് 27 - 3 ഈസ് 24. ഓക്കെ. തേർഡ് ടൈം ഈസ് 60. 60 ക്യാൻ ബി റിട്ടൺ ആസ് 4³ - 4. 4³ ഈസ് 64. 64 - 4 ഈസ് 60. Then 210. 210 ഈസ് 6³ - 6. അങ്ങനെയാണെങ്കിൽ ഫോർത്ത് ടേം എങ്ങനെ വരും? നമുക്ക് എങ്ങനെ എഴുതാം? 5³ - 5 എന്ന് എഴുതാം. 5³ ഈസ് 125 - 5 ഈസ് 120. Therefore the answer is 120. ഇതിനെ നമുക്ക് മറ്റൊരു രീതിയിലും ചിന്തിക്കാം. നോക്കൂ, 6 is equal to 1 × 2 × 3. 24 is 2 × 3 × 4. 60 is 3 × 4 × 5. അങ്ങനെയാണെങ്കിൽ അടുത്ത ടേം 4 × 5 × 6 it is 120. അത് ശരിയാണോ? നമുക്ക് അടുത്ത ടേമിൽ പരിശോധിക്കാം. 5 × 6 × 7 is
210 ശരിയല്ലേ? അപ്പോൾ അങ്ങനെയും നമുക്ക് ചിന്തിക്കാം. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 6. അവിടെ നമുക്ക് മിസ്സിംഗ് നമ്പർ കണ്ടുപിടിക്കാനാണ്. ആ മിസ്സിംഗ് നമ്പർ കണ്ടുപിടിക്കണമെങ്കിൽ ആ സ്ക്വയറിൻ്റെ അല്ലേ, 2 സ്ക്വയേഴ്സ് ഉണ്ട്. ഓരോ ചിത്രത്തിലും 2 സ്ക്വയേഴ്സ് ഉണ്ട്. ആ സ്ക്വയറിന് പുറമേയുള്ള സ്ക്വയറിലെ നമ്പേഴ്സും അകത്തുള്ള ആ സ്ക്വയറിലെ നമ്പറും തമ്മിലുള്ള ബന്ധം നമുക്ക് കണ്ടെത്തണം. നമ്മളിങ്ങനെ പല രീതിയിൽ ആലോചിച്ച് നോക്കിയാൽ മാത്രമേ കണ്ടെത്താൻ കഴിയൂ. അപ്പോൾ ആദ്യത്തേതിലെ 26, 15, 9, 7 മിഡിൽ നമ്പർ 3 ആണ്. അങ്ങനെ അങ്ങോട്ട് പോയാൽ ലാസ്റ്റ് സ്ക്വയറിലെ ആ മിഡിൽ നമ്പറാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നോക്കൂ. അപ്പോൾ 26 + 7 - 15 + 9 is 9. ഫസ്റ്റ് സ്ക്വയറിലുള്ള നമ്പേഴ്സ്. അപ്പോൾ അതിങ്ങനെ നമ്മൾ ക്രിയ ചെയ്യുമ്പോൾ 9 എന്ന് കിട്ടും. 9ന്റെ സ്ക്വയർ റൂട്ടാണ് 3. √9 is 3. അപ്പോൾ മിഡിൽ 10 3 ആണ്. അടുത്ത സ്ക്വയർ നോക്കിയാൽ 32 + 8 - 18 + 6. അപ്പോൾ 40 - 24 is equal to 16. 16ന്റെ റൂട്ട് എടുത്തപ്പോൾ 4 ആണ് ആ മിഡിലുള്ള നടുക്കുള്ള നമ്പർ. അടുത്ത സ്ക്വയർ നോക്കിയാൽ 41 + 19 - 9 + 2 is equal to 49 അല്ലേ? 41 + 19 is 60. 60 - 11 is 49. √49 is 7. അപ്പോൾ മിഡിൽ സ്ക്വയറിലെ നമ്പർ 7 ആണ്. ഇനി ഇത് അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് സ്ക്വയറിലെ നമ്പർ ഏതാണെന്ന് നമുക്ക് നോക്കാം. ലാസ്റ്റിലെ മിസ്സിംഗ് നമ്പർ ഏതാണെന്ന് നോക്കാം. ഇതേ ക്രിയ തന്നെ ചെയ്ത് നോക്കാം. അപ്പോൾ 33 + 15 is equal to 33 + 15 is 48. 48 - 8 + 4 12. 48 - 12 is 36. Then √36 is 6. Therefore, we have or we get the missing number as 6. Therefore, the answer is 6. Then look at the next question. 7th question. Okay, 7th question. The opposite faces of dice X are 5 2, 6 3, 4 1. അപ്പോൾ എക്സ് എന്ന് പറയുന്ന ഒരു ഡൈസിലെ ഓപ്പോസിറ്റ് ഫേസസ് 5ന്റെ ഓപ്പോസിറ്റ് ആണ് 2, 6ന്റെ ഓപ്പോസിറ്റ് 3 വരും, 4ന്റെ ഓപ്പോസിറ്റ് ആണ് 1 വരുന്നത്. ദെൻ ദ ഓപ്പോസിറ്റ് ഫേസസ് ഓഫ് ഡൈസ് വൈ ആർ. വൈ എന്ന് പറയുന്ന മറ്റൊരു ഡൈയുടെ ഓപ്പോസിറ്റ് ഫേസസ് 3 5, 4 1, 6 2 എന്ന് വരിക. വിച്ച് ഫിഗർ ക്യാൻ റെപ്രസെന്റ് ബോത്ത് ഡൈസ് എക്സ് ആൻഡ് ഡൈസ് വൈ വിത്ത് ഫേസസ് ഷോൺ ബിലോ. അപ്പോൾ താഴെ കൊടുത്തിട്ടുള്ള ചിത്രത്തിലെ 2 ഡൈസിനെ റെപ്രസെന്റ് ചെയ്യുന്ന ചിത്രം ഏതാണെന്നാണ് ചോദ്യം. അപ്പോൾ 2 ഡൈസിനെ റെപ്രസെന്റ് ചെയ്യുന്ന ചിത്രം ഏതാണെന്നാണ് നമുക്ക് പരിശോധിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എങ്ങനെ ആലോചിക്കുക? അപ്പോൾ ഇത് നമ്മൾ ചിത്രത്തിൽ കാണുന്നതൊക്കെ അഡ്ജസൻറ്റ് സൈഡ്സ് ആണ് അല്ലേ? അഡ്ജസൻറ്റ് സൈഡ്സേ നമുക്ക് കാണാൻ പറ്റും. ഓപ്പോസിറ്റ് സൈഡ് 3യുടെ ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് കാണാൻ കഴിയുന്നില്ല. 4ന്റെ ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് കാണാൻ കഴിയില്ല. അതുപോലെ 2ന്റെ ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് കാണാൻ കഴിയില്ല. അവിടെ എല്ലാ ചിത്രത്തിൽ നമ്മൾ പരിശോധിച്ചാൽ അഡ്ജസൻറ്റ് സൈഡ്സേ കാണാൻ പറ്റും. അങ്ങനെ അഡ്ജസൻറ്റ് സൈഡ്സ് ആണ് കാണാൻ പറ്റുന്നതെങ്കിൽ 5 2 ഒരിക്കലും 5ഉം 2ഉം കൂടെ ഒരിക്കലും വരാൻ പാടില്ല. അങ്ങനെ ഏതെങ്കിലും ചിത്രത്തിൽ വന്നിട്ടുണ്ടോ? ഇല്ല. ഇനി 6 3 വരാൻ പാടില്ല. അപ്പോൾ 6 3 വരുന്ന ഏതെങ്കിലും ചിത്രം ഉണ്ടോ നോക്കി. ഉണ്ടോ? ഓക്കെ, ഡി അപ്പോൾ കറക്റ്റ് ആൻസർ അല്ല. 4 1 വരുന്ന ഏതെങ്കിലും ചിത്രം ഉണ്ടോ നോക്കി. ഇല്ല. ഓക്കെ. ഇനി അടുത്ത 3 5 നോക്കൂ. 3 5 ഓക്കെ, 3 5 വരുന്ന ഒരു ചിത്രമുണ്ട്. അപ്പോൾ ബി ഈസ് നോട്ട് ദ കറക്റ്റ് ആൻസർ. 4 1 ഒക്കെ അത് നമ്മൾ നേരത്തെ നോക്കിയാണ്. 6 2 വരുന്ന ഏതെങ്കിലും ഉണ്ടോ? 6 2 ഓപ്പോസിറ്റ് സൈഡ്സിലാണ് വരേണ്ടത്. പക്ഷേ ഇവിടെ ആ ഫസ്റ്റ് എയിൽ 6 2 അഡ്ജസൻറ്റ് സൈഡ്സ് അല്ല വരുന്നത്. അതുകൊണ്ട് 6 2 അല്ല, ആ എ അല്ല ആൻസർ. അപ്പോൾ നമുക്ക് ഏതൊക്കെ മനസ്സിലായി? എ അല്ല ആൻസർ, ബി അല്ല ആൻസർ, ഡി അല്ല ആൻസർ. അങ്ങനെയാണെങ്കിൽ ആൻസർ ഏതാണ്? സി ആണ്. അപ്പോൾ മനസ്സിലായില്ലേ? ശരി. ദെൻ 8th ക്വസ്റ്റ്യൻ നോക്കൂ. If RSSTU plus NRST plus RTS
is equal to 37,849. Then find the code for turns from the given alternatives provided there is no carrying over in the given addition using letter codes. അപ്പോൾ ഇവിടെ ഒരു 3 സംഖ്യകൾ ആഡ് ചെയ്തിരിക്കുകയാണ്. 3 സംഖ്യകൾ ആഡ് ചെയ്തപ്പോൾ 37,849 കിട്ടി. അപ്പോൾ ആ ഓരോ ലെറ്റേഴ്സും ഓരോ സംഖ്യകളാണ്. ഇതിൽ സിസ്റ്റം വരുന്നില്ല, ക്യാരിയിങ് വരുന്നില്ല, ക്യാരിയിങ് ഓവർ വരുന്നില്ല. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് R is equal to 3 എന്ന് മനസ്സിലാവും അല്ലേ? R is equal to 3 എന്ന് നമുക്ക് മനസ്സിലാവും. Then S plus R plus R, തേർഡ് റോ നോക്കൂ. S plus R plus R is equal to 8. But R is 3. Therefore, S plus 6 is equal to 8. Therefore, S is 2. S2 ആണെങ്കിൽ then S plus N is 7. Therefore, N is 5. അല്ലേ? പിന്നെ T plus S plus T is equal to 4. S is 2. Therefore, T plus T is 2. Therefore, T is 1. Then the last row, U plus T plus S is equal to 9. T is 1. Then S is 2. Therefore, U is 6. 6 plus 1 plus 2 is 9. അപ്പോൾ നമുക്ക് എല്ലാ ആൻസറും കിട്ടി. നോക്കുക, ആൻസർ നമുക്ക് എല്ലാ സംഖ്യയുടെയും കോഡ് എല്ലാ ലെറ്റേഴ്സിൻ്റെയും കോഡ് നമ്പർ നമ്മൾ കണ്ടെത്തി. അപ്പോൾ അതേതാണെന്ന് നോക്കാം. അപ്പോൾ R 3 ആണ്. ഇനി S plus R plus R 8 ആണെന്ന് നമ്മൾ കണ്ടു. അതുകൊണ്ട് S 2 ആണ്. S plus N is equal to 7. Therefore, N is equal to 5. അപ്പോൾ T plus S plus T is 4. Therefore, T is equal to 1. ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ടാണ്. U plus T plus S is equal to 9. Therefore, U is equal to 6. Therefore, the code for turns is T is 1, U is 6, R is 3, and N is 5, S is 2. Therefore, 16,352. Turns, code for turns is 16,352. ഇത്രയും നമുക്ക് ചെയ്യാതെ തന്നെ നമുക്ക് പെട്ടെന്ന് യുക്തി ഉപയോഗിച്ചതിൻ്റെ ആൻസർ പെട്ടെന്ന് പറയാൻ പറ്റും. കാരണം ടേൺസ് എസ് കിട്ടിക്കഴിഞ്ഞാൽ 2, അവിടെ ആ ചോയ്സിലൊന്നും 2 വൺസ് പ്ലേസിൽ വരുന്ന ഒരൊറ്റ നമ്പറേ ഉള്ളൂ. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് എസ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതിൻ്റെ ആൻസർ പെട്ടെന്ന് എഴുതാൻ പറ്റും. പക്ഷെ ഇങ്ങനെയാണ് ഇത് ആലോചിക്കേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 9th question. A comparison of ages of A, B, C, D and E are as follows. First statement, B's age is half the age of A. B's age is 1.5 times the age of C. D's age is 12 years less than C. D's age is 1.5 times the age of E. The age of E is 12 years. With the given data, what will be the difference in the ages of A and C? അപ്പോൾ നമുക്ക് താഴ്ന്ന് മേലോട്ട് ആലോചിക്കുന്നതാണ് എളുപ്പം. The age of E is 12. Then from the fourth statement, B's age is 1.5 times the age of E. Bയുടെ ഏജ് ഇയുടെ ഏജിൽ 1.5 മടങ്ങാണ്. അപ്പോൾ 12ന്റെ 1.5 മടങ്ങ് എന്ന് പറയുമ്പോൾ 12 into 1.5 1.5 ഈക്വൽ ടു 18. അപ്പോൾ ഡിയുടെ ഏജ് 18 എന്ന് കിട്ടും. ഇനി തേർഡ് സ്റ്റേറ്റ്മെന്റിലേക്ക് നോക്കൂ. D's ഏജ് ഈസ് 12 years ലെസ് ദാൻ C. ഡിയുടെ ഏജ് സിയുടെ വയസ്സിനേക്കാൾ 12 കുറവാണ്. അപ്പോൾ സിയുടെ വയസ്സ് എത്രയാ? 18 + 12 ഈസ് 30. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കൂ. B's ഏജ് ഈസ് 1.5 times the age of C. ബിയുടെ വയസ്സ് സിയുടെ വയസ്സിന്റെ 1.5 മടങ്ങാണ്. അപ്പോൾ 30ന്റെ 1.5 മടങ്ങ്. 30ന്റെ 1.5 മടങ്ങ് എന്ന് പറഞ്ഞാൽ 45. അപ്പോൾ B's ഏജ് ഈസ് 45. ബിയുടെ ഏജ് 45 ആണ്. ഇനി B's ഏജ് ഈസ് ഹാഫ് ദ ഏജ് ഓഫ് എ. ബിയുടെ ഏജ് എയുടെ ഏജിന്റെ പകുതിയാണ്. ബിയുടെ ഏജ് 45 ആണെങ്കിൽ അപ്പോൾ എയുടെ ഏജ് 90 ആണ്. ദെൻ വിത്ത് ദ ഗിവൺ ഡേറ്റ വാട്ട് വിൽ ബി ദ ഡിഫറൻസ് ഇൻ ദ ഏജസ് ഓഫ് എ ആൻഡ് സി. അപ്പോൾ എയുടെ ഏജ് നമുക്ക് 90 എന്ന് കിട്ടി, സിയുടെ ഏജ് 30 എന്ന് കിട്ടി. Therefore the difference is 60. Therefore
The second option is the correct answer. നമുക്കത് ഒന്നുകൂടെ നോക്കാം. Ninth question, we have E is equal to 12. D is equal to E into 1.5 is equal to 12 into 1.5 is equal to 18. C is equal to 18 plus 12 is equal to 30. B is equal to 30 into 1.5 is equal to 45. Then A is equal to 45 into 2 is equal to 90. Therefore, the difference is 90 minus 30 is equal to 60. Okay. Next question, 10th question. അവിടെ ഒരു കോഡിംഗ് ആണ് നോക്കൂ. ഇഫ് ക്ലൗഡ് ഈസ് ഈക്വൽ ടു 11, ബോസ്റ്റ് ഈസ് ഈക്വൽ ടു 16 ആൻഡ് എയ്സ് ഈസ് ഈക്വൽ ടു 3, then മൺസൂൺ ഈസ് ഈക്വൽ ടു ഡാഷ്. അപ്പൊ ഇവിടെ cloud is equal to 11, burst is equal to 16, ace is equal to 3, then monsoon is equal to dash. അപ്പോൾ നമ്മൾ പരിശോധിച്ചാൽ ഒരേ ലെറ്റർ തന്നെ വീണ്ടും ആവർത്തിച്ച് വരുന്നില്ല. നമുക്ക് ക്ലൗഡിലുള്ള ലെറ്റർ ഒന്നും ഒരു യു മാത്രമേ ബേസ്റ്റിൽ വരുന്നുള്ളൂ. ബേസ്റ്റിലുള്ള ഒരു ലെറ്ററും എയ്സിൽ വരുന്നില്ല. അപ്പോൾ അതിന് നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു ലെറ്ററും ഒരു നമ്പറും തമ്മിലുള്ള കോഡിങ് അല്ല ഇതിൽ വേറെ എന്തോ ഒരു ടെക്നിക്കാണുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അതിന് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് ഞാൻ നോക്കൂ, ആ ലെറ്റേഴ്സ് ഒന്ന് ക്രമത്തിൽ എഴുതി, അതിൻ്റെ പൊസിഷൻ അനുസരിച്ച് എഴുതി. എന്നിട്ട് ഞാൻ ആദ്യത്തെ എയ്സ് എളുപ്പമുള്ള വാക്ക് ആദ്യം എടുത്തു, ചെറിയ വാക്ക് ആദ്യം എടുത്തു. അപ്പോൾ എയ്സ് എ പ്ലസ് സി പ്ലസ് എയുടെ പൊസിഷൻ 1 ആണ്, സിയുടെ പൊസിഷൻ 3 ആണ്, ഇയുടെ പൊസിഷൻ 5 ആണ്. അപ്പോൾ എ പ്ലസ് സി പ്ലസ് സി 1 പ്ലസ് 3 പ്ലസ് 5 ഈസ് ഈക്വൽ ടു 9. നമുക്ക് തന്നിരിക്കുന്നത് നമുക്ക് ഗിവൺ ദാറ്റ് എയ്സ് ഈസ് ഈക്വൽ ടു 3. അപ്പോൾ 9ൽ നിന്ന് 3 എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 9 ഈസ് 3 ആൻഡ് 9/3 ഈസ് 3. then ക്ലൗഡ് നോക്കൂ, സി പ്ലസ് എൽ പ്ലസ് ഒ പ്ലസ് യു പ്ലസ് ഡി. അപ്പോൾ 3 പ്ലസ് 12 പ്ലസ് 15 പ്ലസ് 21 പ്ലസ് 4. അതിൻ്റെ ഓരോ ലെറ്ററിൻ്റെയും പൊസിഷൻസ് ആണ് ഞാൻ എഴുതുന്നത്. പൊസിഷൻ നമ്പർ ഇറ്റ് ഈസ് 55. പക്ഷേ ക്ലൗഡ് ഈസ് ഈക്വൽ ടു 11 എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 55/5 ആണ് 11 അല്ലേ. then what is 5? അപ്പോൾ നേരത്തെ എയ്സിൽ 3 കൊണ്ടാണ് ഡിവൈഡ് ചെയ്തത്. അപ്പോൾ 9/3 ഈസ് 3. ഇവിടെ 55/5 ഈസ് 11. അപ്പോൾ 5 ആണ് ഇവിടെ. ഇനി അടുത്ത ബോസ്റ്റ് നോക്കൂ, BURST ബോസ്റ്റ് 2 പ്ലസ് 21 പ്ലസ് 18 പ്ലസ് 19 പ്ലസ് 20 ഈസ് ഈക്വൽ ടു 80. അപ്പോൾ അവിടെ 16 അല്ലേ, ബോസ്റ്റ് ഈസ് കോഡഡ് ആസ് 16. അപ്പോൾ 80/5 ഈസ് 60. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്? ആ ലെറ്റേഴ്സിൻ്റെ പൊസിഷൻ നമ്പേഴ്സിൻ്റെ സമ്മിനെ നമ്പർ ഓഫ് ലെറ്റേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ് അല്ലേ. എ പ്ലസ് സി പ്ലസ് സി എന്ന് പറയുന്നത് 9 ബൈ നമ്പർ ഓഫ് ലെറ്റേഴ്സ് 3 ആണ്. therefore എയ്സ് ഈസ് കോഡഡ് ആസ് 3. ക്ലൗഡിലെ അതിൻ്റെ ടോട്ടൽ 55 കിട്ടും. 55ന് നമ്പർ ഓഫ് ലെറ്റേഴ്സ് 5 ആണ്. 55/5 ഈസ് 11. ക്ലൗഡ് ഈസ് കോഡഡ് ആസ് 11. ബേസ്റ്റിൻ്റെ ടോട്ടൽ 80 കിട്ടും. 80 നമ്പർ ഓഫ് ലെറ്റേഴ്സ് 5 ആണ്. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് 16. ബേസ്റ്റിൻ്റെ കോഡ് 16 ആണ്. അങ്ങനെയാണെങ്കിൽ മൺസൂണിൻ്റെ കോഡ് എന്തായിരിക്കും? മൺസൂണിന് നമുക്ക് അതിൻ്റെ എമ്മിൻ്റെ പൊസിഷൻ നമ്പർ 13 ആണ്, ഒയുടെ 15 ആണ്. അപ്പോൾ അതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 13 പ്ലസ് 15 പ്ലസ് 14 പ്ലസ് 19 പ്ലസ് 15 പ്ലസ് 15 പ്ലസ് 14 ഈസ് ഈക്വൽ ടു 105. ഇനി നമ്പർ ഓഫ് ലെറ്റേഴ്സ് ഇൻ മൺസൂൺ ഈസ് 7. therefore 105/7 is equal to 35. therefore the code for monsoon is 105/7. എത്ര വരും അത്? 105/7 is 50.
Okay, next. Okay, the next question. 11th question. Three dice are rolled simultaneously and the numbers shown on all the three dice are added. Then the total number of possible ways to have a sum of 7 is, ഇപ്പോൾ 3 ഡൈസ് ഒരേ ടൈമിൽ ടോസ് ചെയ്യണം. 3 dice are rolled simultaneously and the numbers shown on all the 3 dice are added. Then the total number of possible ways to have sum of 7 is, ഇപ്പോൾ ഡൈസിലുള്ള ഓരോ ഫേസിലുള്ള നമ്പേഴ്സ് എത്ര ഫേസ് ഉണ്ടാവും? 6 അല്ലേ? ഇപ്പൊ നമ്പേഴ്സ് 1 2 3 4 5 6 ആണ്. അപ്പൊ ഇതില് 3 എണ്ണം ആഡ് ചെയ്യുമ്പോൾ 7 കിട്ടുന്നത്. ഈ 1 മുതൽ 6 വരെയുള്ള നമ്പേഴ്സിൽ 3 നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ 7 കിട്ടുന്ന ഏതൊക്കെ കേസസ് ആണ് നമ്മൾ ആദ്യം നോക്കണം. അപ്പൊ ഏതൊക്കെ കേസസ് ആണ് നമുക്ക് നോക്കാം. നോക്കൂ, 1 + 1 + 5 = 7. 1 + 2 + 4 = 7. 1 + 3 + 3 = 7. 2 + 2 + 3 = 7. അപ്പൊ ഇങ്ങനെ 4 കേസസ് കിട്ടും. അല്ലാതെ 3 സംഖ്യകൾ 1 മുതൽ 6 വരെയുള്ള 3 സംഖ്യകൾ എടുത്ത് ആഡ് ചെയ്യുമ്പോൾ 7 കിട്ടുന്ന വേറെ ഏതെങ്കിലും കേസ് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? കഴിയില്ല. ഇതിന് ആദ്യത്തെ 1 1 5 അതെങ്ങനെയൊക്കെ വരാം? അവിടെ എത്ര ചാൻസ് ഉണ്ട് നോക്കൂ. അത് 1 1 5 എന്ന് വരാം, 1 5 1 എന്ന് വരാം, 5 1 1 എന്ന് വരാം. അങ്ങനെ 3 ചാൻസ് ഉണ്ട്. ഇനി അടുത്തതിലാണെങ്കിലോ 1 2 4-ലാണെങ്കിലോ 1 2 4 എന്ന് വരാം, 1 4 2 വരാം, പിന്നെ 2 1 4 വരാം, 2 4 1 വരാം, 4 1 2 വരാം, 4 2 1 വരാം. അവിടെ 6 കോമ്പിനേഷൻ ഉണ്ട്, 6 ചാൻസസ് ഉണ്ട്. ഇനി അടുത്ത 1 3 3 1 3 3-ൽ നമുക്ക് ആദ്യം കണ്ടതുപോലെ 1 1 5-ൽ കണ്ടത് 3 ചാൻസേ ഉള്ളൂ. 2 2 3-ലോ അവിടെ 3. അപ്പൊ ആകെ എത്രയുണ്ട്? 3 + 6 + 3 + 3 = 15. അപ്പൊ അവിടെ ആൻസർ പോസിബിൾ വേസ് ഈസ് 15. Therefore the answer is, the choice is 3. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Next question is 12. A comparison. നോക്കൂ, a comparison of marks scored by Gauri, Aban, Seerat and Alvina in an examination is as follows. First statement, Gauri has scored 15 marks less than Aban. Second, Gauri has scored 20 marks more than Seerat. Third statement, Alvina has scored 10 marks less than Seerat. To decide who has scored the highest mark, identify the statements from those given in the alternatives in respect of sufficiency of data. അപ്പോൾ താഴെ കൊടുത്തിട്ടുള്ള ഏത് ഡേറ്റ എല്ലാം കിട്ടിയാൽ, അല്ലെങ്കിൽ ഏത് ഡേറ്റ കിട്ടിയാൽ ഏറ്റവും ഹയസ്റ്റ് മാർക്ക് സ്കോർ ചെയ്ത ആളിനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുമെന്നാണ് ചോദ്യം. ഫസ്റ്റ് ചോയ്സ്, data given in 1 and 2 are sufficient. Data given in 1 and 3 are sufficient. Data given in 2 and 3 are sufficient. Data given in 1, 2 and 3 are sufficient. അപ്പോൾ നമുക്ക് നോക്കാം, ഓരോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്ക് നോക്കാം ആൻസർ.
അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ? ഗൗരി ഹാസ് സ്കോർഡ് 15 മാർക്സ് ലെസ് ദാൻ ആബാൻ. ആബാനേക്കാൾ 15 മാർക്ക് കുറവാണ് ഗൗരിക്ക്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം ഗൗരിയുടെ മാർക്ക് ആബാന്റെ മാർക്കിനേക്കാൾ കുറവാണ്. അപ്പോൾ ഗൗരി ഈസ് ലെസ് ദാൻ എ, അത് ജി ഈസ് ലെസ് ദാൻ എ എന്ന് ഞാൻ എഴുതി. അത് ഫ്രം 1 ആണ്. ഇനി ഫ്രം 2, ഗൗരി ഹാസ് സ്കോർഡ് 20 മാർക്സ് മോർ ദാൻ സീരറ്റ്. ഗൗരി സീരറ്റിനേക്കാൾ 20 മാർക്ക് കൂടുതൽ നേടി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? സീരറ്റ് ഈസ് ലെസ് ദാൻ, അല്ലെങ്കിൽ എസ് ഈസ് ലെസ് ദാൻ, ജി ഈസ് ലെസ് ദാൻ എ എന്ന് എഴുതി. അത് ഒന്നാമത്തെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, അൽവിന ഹാസ് സ്കോർഡ് 10 മാർക്സ് ലെസ് ദാൻ സീരറ്റ്. സീരറ്റിനേക്കാൾ മാർക്ക് കുറവാണ് അൽവിനയ്ക്ക്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്ത് എഴുതി നമ്മൾ? അൽവിനയ്ക്ക് എന്ന് പറഞ്ഞാൽ എ എൽ എന്ന് എഴുതി. അപ്പോൾ എ എൽ ഈസ് ലെസ് ദാൻ, എസ് ഈസ് ലെസ് ദാൻ, ജി ഈസ് ലെസ് ദാൻ എ. ആ 3 സ്റ്റേറ്റ്മെന്റിൽ നിന്ന് നമുക്ക് ഇത്ര എഴുതാൻ പറ്റും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാം ആൽവിനാണ് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മാർക്കുള്ള ആള് ആബാനാണെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ? അപ്പോൾ ഈ ആബാനാണ് ഏറ്റവും കൂടുതൽ മാർക്ക് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് കിട്ടൂല, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് കിട്ടൂല, 1ഉം 2ഉം ആയാലും കിട്ടൂല. അപ്പോൾ നമുക്ക് എന്ത് വേണം? ഈ 3 സ്റ്റേറ്റ്മെന്റ് 1, 2 and 3, ഫ്രം 1, 2 and 3 3 സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ ആർക്കാണ് കൂടുതൽ മാർക്ക് കിട്ടിയെന്ന് പറയാൻ കഴിയൂ. അപ്പോൾ 4th ചോയ്സ് ആണ് ശരിയായ ആൻസർ. ഡേറ്റ ഗിവൺ ഇൻ 1, 2 and 3 ആർ സബ്സ്റ്റിറ്റ്യൂട്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. നോക്കൂ, ക്വസ്റ്റ്യൻ നമ്പർ 13. ദ നമ്പർ ഇൻ ദ പ്ലേസ് ഓഫ് ക്വസ്റ്റ്യൻ മാർക്ക് ഷുഡ് ബി. അപ്പോൾ അവിടെ 4 ചിത്രങ്ങളുണ്ട്. 4 ചിത്രത്തിലെ ഒരു ചിത്രത്തിലെ സർക്കിളിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണുള്ളത്. ആ ക്വസ്റ്റ്യൻ മാർക്ക് അവിടെ വരുന്ന നമ്പർ ഏതാണ്, അതിന് പകരമുള്ള നമ്പർ ഏതാണെന്ന് നമ്മൾക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ അങ്ങനെ കണ്ടുപിടിക്കണമെങ്കിൽ ബാക്കിയുള്ള ഓരോ ചിത്രത്തിലും ആ മിഡിൽ നമ്പർ അല്ലെങ്കിൽ നടുക്ക് വരുന്ന ആ നമ്പർ മറ്റു നമ്പറുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് നമുക്ക് തിരിച്ചറിയണം. ഏതെല്ലാം ക്രിയകൾ നടത്തിയാലാണ് നടുക്കുള്ള നമ്പർ കിട്ടുന്നത് നമുക്ക് തിരിച്ചറിയണം. അപ്പോൾ അത് നമുക്ക് നോക്കാം എന്താണ് അവിടുത്തെ ബന്ധം. നോക്കൂ, ഫസ്റ്റ് ഫിഗറിൽ 7 into 5 plus 6 into 3 minus 10 into 4. അപ്പോൾ 7 into 5 35, 6 into 3 18, 35 plus 18 53, 53 minus 4 into 10 40, 53 minus 40 is 13 ആണല്ലോ ആ സർക്കിളിലുള്ളത്. ഓക്കെ, അവിടെ ആ ക്രിയ ശരിയാവുന്നുണ്ട്. ഇനി ആ ക്രിയ മറ്റുള്ള സ്ഥലങ്ങളിൽ ശരിയാവുന്നുണ്ടോ നമുക്ക് നോക്കാം. 9 into 4 36 plus 8 into 4 32 minus 7 into 5. അപ്പോൾ 36 plus 32 minus 35 is 33. അവിടെയും ശരിയാവുന്നുണ്ട്. അപ്പോൾ അടുത്തടുത്ത് നോക്കാം, അടുത്ത ഫിഗറിൽ നോക്കാം. 8 into 4 32 plus 5 into 3 18, 32 plus 18 minus 12 equal to 35. Sorry, 5 into 3 15. അപ്പോൾ 8 into 4 32 plus 15 minus 12 is 35. ഓക്കെ, അവിടെ ശരിയാവുന്നുണ്ട്. അപ്പോൾ അടുത്ത കണ്ടുപിടിക്കാൻ നമുക്ക് വളരെ എളുപ്പമായി. എന്തായി? 6 into 5 30 plus 10 into 3 30 plus 30 60 minus 7 into 4 28. So 60 minus 28 is 32. Therefore, the answer is 32. അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. Question number 14. Find out which of the following figures
can be formed from the pieces given in the figure X. ആ എക്സ് എന്ന് പറയുന്ന ഒരു ഫിഗറിൽ ഒരു സ്ക്വയറിനകത്ത് കുറച്ച് ഫിഗേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഒരു ട്രപ്പീസിയം ഉണ്ട്, ഒരു ട്രയാങ്കിൾ ഉണ്ട്, പിന്നെ മറ്റൊരു ഫിഗർ ഉണ്ട്. ഈ മൂന്നെണ്ണോട് ഈ മൂന്ന് ഫിഗറൂടെ ചേർത്ത് വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഫിഗർ താഴെ കൊടുത്തിട്ടുള്ളത് ഏതാണെന്നാണ് ചോദ്യം. ഈ മൂന്ന് ഫിഗറുള്ള ഒറ്റ ചിത്രമേ നമ്മളവിടെ കാണുന്നുള്ളൂ അല്ലേ? അത് വളരെ എളുപ്പമാണ് ചോദ്യം. അതിൽ ആ ആദ്യത്തെ ചിത്രത്തിൽ മാത്രമേ ഈ മൂന്ന് ഫിഗർ നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ. അതുകൊണ്ട് ആൻസർ എ തന്നെയാണ്. അതിൽ നമ്മൾ കൂടുതൽ ചിന്തിക്കാനൊന്നുമില്ല, വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 15ലേക്ക് നമുക്ക് പോകാം. അവിടെ നമ്പർ കൊണ്ടുള്ള ഒരു കളിയാണ്. നോക്കൂ, ഫൈൻഡ് ദ മിസ്സിംഗ് നമ്പർ. അപ്പോൾ 4 ചിത്രങ്ങളുണ്ട്. അതിൽ ലാസ്റ്റ് ചിത്രത്തിലെ മിഡിൽ സ്ക്വയറിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. അവിടെ വരുന്ന സംഖ്യ ഏതാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നോക്കൂ, അതിൽ അങ്ങനെ കണ്ടുപിടിക്കണമെങ്കിൽ ആ മിഡിൽ വരുന്ന നമ്പർ ചുറ്റുപാടുമുള്ള നമ്പറുമായിട്ടുള്ള ബന്ധം നമുക്ക് കണ്ടെത്തണം. അപ്പോൾ ആദ്യത്തേൽ 7, 3, 2, 3, 22 ആണ് അല്ലേ? അപ്പോൾ എന്താണ് ബന്ധം നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തേൽ 7 × 3. ക്വസ്റ്റ്യൻ നമ്പർ 15 ആണ്. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ 7 × 3 മൈനസ് 3 × 2 പ്ലസ് 7 ഈസ് ഈക്വൽ ടു 22. 7 × 3 21 മൈനസ് 6 പ്ലസ് 7 ഈസ് ഈക്വൽ ടു 22. അടുത്തതിൽ ശരിയാവുന്നത് നോക്കാം. 8 × 4 മൈനസ് 5 × 2 പ്ലസ് 8 ഈസ് ഈക്വൽ ടു 30. 8 × 4 32 മൈനസ് 10 22 പ്ലസ് 8 30. ഓക്കെ. 9 × 5 45 മൈനസ് 6 × 4 24. അപ്പോൾ 45 മൈനസ് 24 21. 21 പ്ലസ് 9 ഈസ് 30. അപ്പോൾ റിലേഷൻ നമ്മൾ കണ്ടെത്തി. അങ്ങനെയാണെങ്കിൽ അടുത്ത മിസ്സിംഗ് നമ്പർ നമുക്ക് കണ്ടെത്താം. അപ്പോൾ 10 × 6 60 മൈനസ് 7 × 5 35. 60 മൈനസ് 35 ഈസ് 25. 25 പ്ലസ് 10 ഈസ് 35. Therefore the answer is 35. അത് 4th ചോയ്സ് ആണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, 16th ക്വസ്റ്റ്യൻ. അവിടെ ഒരു കോഡിംഗ് ആണ്. നോക്കൂ, മൊബൈൽ ഈസ് കോഡഡ് ആസ് DFBICE, ദെൻ ചാർജ് ഈസ് കോഡഡ് ആസ്. അപ്പോൾ മൊബൈലിനെ DFBICE എന്ന് കോഡ് ചെയ്താൽ ചാർജിനെ നമുക്ക് എങ്ങനെ കോഡ് ചെയ്യാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ മൊബൈലിനെ എങ്ങനെയാണ് കോഡ് ചെയ്തിട്ടുള്ളത് നമ്മൾ കണ്ടെത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ് കോഡ് ചെയ്തിട്ടുള്ളത് നമുക്ക് നോക്കാം. നോക്കൂ, മൊബൈലിന്റെ പൊസിഷൻ നമ്പർ 13 ആണ്. അപ്പോൾ എമ്മിനെ കോഡ് ചെയ്തിരിക്കുന്ന D എന്നാണ്. ഡിയുടെ പൊസിഷൻ നമ്പർ 4 ആണ്. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ 4 കിട്ടുന്നത് 1 + 3 ആണ് അല്ലേ? 1 + 3 4. ഓക്കെ. ഓയുടെ കോഡ് എന്ന് പറയുന്നത് ഓയുടെ പൊസിഷൻ നമ്പർ എന്ന് പറയുന്നത് 15 ആണ്. 15 1 + 5 അതിൻ്റെ 6 ആണ്. 6th ലെറ്റർ എന്ന് പറയുന്നത് F ആണ്. അപ്പോൾ ഓയ്ക്ക് കോഡ് ചെയ്തിരിക്കുന്നത് F ആണ്. അത് ശരിയായി. ബിയുടെ പൊസിഷൻ നമ്പർ എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ അവിടെ സം 2 ആണ്. അപ്പോൾ ബി തന്നെയാണ്. ബി തന്നെയായിട്ട് കോഡ് ചെയ്തിട്ടുള്ളത്. അടുത്ത I 9 ആണ്. 9 അപ്പോൾ I തന്നെയാണ്. എല്ലിൻ്റെ കോഡ് പൊസിഷൻ നമ്പർ 12 ആണ്. അപ്പോൾ 1 + 2 ഈസ് 3. 3യുടെ 3rd ലെറ്റർ എന്ന് പറയുന്നത് C ആണ്. അപ്പോൾ എല്ലിനെ കോഡ് ചെയ്തിരിക്കുന്നത് C എന്നാണ്. ഇയുടെ പൊസിഷൻ നമ്പർ 5 ആണ്. 5 തന്നെയാണ്. അപ്പോൾ ഇയെ കോഡ് ചെയ്തിരിക്കുന്നത് E എന്ന് തന്നെയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കിയത് എന്താ? അതിൻ്റെ പൊസിഷൻ നമ്പറിൻ്റെ സം അല്ലെ, ഡിജിറ്റൽ സം, പൊസിഷൻ നമ്പറിന്റെ ഡിജിറ്റൽ സം എടുത്തിട്ട് ആ ഡിജിറ്റൽ സമ്മിന്റെ ആ പൊസിഷനിൽ വരുന്ന ലെറ്ററുമായിട്ടാണ് കോഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് ഈ ചാർജിനെ നമ്മൾ എങ്ങനെ കോഡ് ചെയ്യും എന്ന് നോക്കിയാൽ സിയുടെ പൊസിഷൻ നമ്പർ 3 ആണ്. അപ്പോൾ C തന്നെയാണ് വരിക. എച്ചിന്റെ പൊസിഷൻ നമ്പർ 8 ആണ്. അപ്പോൾ എച്ചിനെ H എന്ന് തന്നെയാണ് കോഡ് ചെയ്യുക. എയുടെ പൊസിഷൻ നമ്പർ 1 ആണ്. അപ്പോൾ എ എന്ന് തന്നെയാണ് കോഡ് ചെയ്യുക.
പിന്നെ ആറിൻ്റെ പൊസിഷൻ നമ്പർ 18 ആണ്. 18 ആകുമ്പോൾ 8 + 1 9 ആണ്. 9th ലെറ്റർ എന്ന് പറഞ്ഞാൽ ഐ ആണ്. അപ്പോൾ ആറിന് നമ്മൾ ഐ എന്ന് കോഡ് ചെയ്യും. ജി 7 ആണ്. അപ്പോൾ 7 തന്നെയാണ് കോഡ് ചെയ്യുക. ഇ 5 ആണ്. അപ്പോൾ ഇ എന്ന് തന്നെയാണ് കോഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ചാർജിനെ എങ്ങനെ കോഡ് ചെയ്യാം നോക്കൂ. ചേഞ്ച് CHAIGE എന്ന് കോഡ് ചെയ്യാം. അപ്പോൾ അത് ആൻസർ എങ്ങനെ എഴുതി നമുക്ക് ഒന്നുകൂടെ നോക്കാം. ആൻസർ നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് പെട്ടെന്ന് ആൻസർ എഴുതാൻ പറ്റും. കാരണം ആ കോഡിങ് നോക്കിയാൽ എ മുതൽ ABCDEFGHI അപ്പോൾ 9 ആദ്യത്തെ 9 അക്ഷരങ്ങളെ കോഡ് ചെയ്യുന്ന അത് തന്നെയായിട്ടാണ്. ഇങ്ങനെ ഈ നിയമം അനുസരിച്ചാണ് കോഡ് ചെയ്യുന്നതെങ്കിൽ അതിന് മാറ്റം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയാണ് ഈ ചാർജിൽ ഏതിന് മാത്രമേ മാറ്റം ഉണ്ടാവൂ? 6ന് മാത്രമേ മാറ്റം ഉണ്ടാവൂ. ബാക്കിയൊക്കെ അതേപോലെയുള്ള ചോയ്സ് ഏതാണെന്ന് നോക്കി നമുക്ക് പെട്ടെന്ന് യുക്തി ഉപയോഗിച്ച് ചിന്തിച്ചാൽ തന്നെ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. എത്രയൊന്നും കോഡ് ചെയ്ത് നോക്കേണ്ട കാര്യമില്ല. പക്ഷെ ഇങ്ങനെ കോഡ് ചെയ്ത് നോക്കലാണ് അതിൻ്റെ ശരിയായ രീതി. ശരി, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ 17th ക്വസ്റ്റ്യൻ ആണ്. Study the following information. A and B means A is brother of B. A at the rate of B means A is wife of B. A/B means A is daughter of B and B means A is father of B. Based on the above information, which of the following alternative represents the correct group of symbols that indicates the relationship for K is father-in-law of H? K എന്ന് പറയുന്നത് father-in-law of H ആണെന്ന് നമുക്ക് ഇതിൽ നിന്ന് എങ്ങനെ കിട്ടും എന്നാണ് ചോദ്യം. അപ്പോൾ അവിടെ വേണ്ടത് നമുക്ക് കെ ഈസ് ഫാദർ-ഇൻ-ലോ ഓഫ് എച്ച് എന്നാണ്. കെ എച്ചിൻ്റെ ഫാദർ-ഇൻ-ലോ ആണെന്ന് നമുക്ക് കിട്ടണം. അങ്ങനെയാണെങ്കിൽ എച്ചിൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാദറാണ് കെ എന്ന് നമുക്ക് തെളിയിക്കണം അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്ത് പറയാം? എച്ച് ഈസ് ദ വൈഫ് ഓഫ് എന്നുള്ളതിന് സിമ്പിൾ ഉണ്ട് അവിടെ. എച്ച് ഈസ് ദ വൈഫ് ഓഫ് someone, say let it be X. അപ്പോൾ എച്ച് ഈസ് ദ വൈഫ് ഓഫ് എക്സ്. ഇനി എക്സ് ഈസ് ദ സൺ ഓഫ് കെ എന്ന് പറയാൻ സൺ ഓഫ് എന്നുള്ളതിന് സിമ്പിൾ ഇല്ല, പക്ഷെ ഫാദർ ഓഫ് എന്നുള്ളതിന് സിമ്പിൾ ഉണ്ട്. എന്നാൽ ഡാറ്റർ ഓഫ് എന്ന് പറയാൻ സിമ്പിൾ ഉണ്ട്, ഡാറ്റർ ഓഫ് അല്ലേ? അപ്പോൾ പിന്നെ ബ്രദർ ഓഫ് എന്നുള്ളതിന് സിമ്പിൾ ഉണ്ട്, ബ്രദർ ഓഫ് എന്ന സിമ്പിൾ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ ഒരു സിസ്റ്ററെ നമുക്ക് കണ്ടുപിടിച്ചാൽ മതി, എന്നിട്ട് സിസ്റ്ററിൻ്റെ ഫാദറിനെ നമ്മൾ കണ്ടുപിടിച്ചാലും മതി അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ എക്സിനൊരു സിസ്റ്റർ ഉണ്ട്, അത് വൈ ആണെന്ന് വിചാരിക്കുക. വൈയുടെ ഫാദറാണ് ഏതെന്ന് നമ്മൾ പറഞ്ഞാൽ മതി, കെ എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ആൻസറായി, ശരിയല്ലേ? അപ്പോൾ എങ്ങനെ വേണ്ടേ? എച്ച് ഈസ് ദി വൈഫ് ഓഫ് എക്സ്. അപ്പോൾ എച്ച് അറ്റ് ദ റേറ്റ് ഓഫ് എന്ന് പറയുന്ന ആൻസർ ഏതെങ്കിലും ഉണ്ടോ നോക്കുമ്പോൾ എല്ലാത്തിലും അതുണ്ടോ? ഓക്കെ. അപ്പോൾ എച്ച് ഈസ് അറ്റ് ദ റേറ്റ് ഓഫ് ജെ. ഓക്കെ. ഇനി അടുത്ത എന്താ വേണ്ടേ? ഈസ് ദ സിസ്റ്റർ ഓഫ്, സോറി ഈസ് ദ ബ്രദർ ഓഫ്. സിസ്റ്റർ ഓഫ് എന്നുള്ളതില്ല അല്ലേ? ബ്രദർ ഓഫ് എന്നുള്ളതിൻ്റെ സിമ്പിൾ നോക്കൂ. ആദ്യത്തെ ആൻഡ് എന്നുള്ള സിമ്പിൾ നോക്കൂ, പൗണ്ടിൻ്റെ സിമ്പിളാണ് അല്ലേ? അപ്പോൾ അത് നോക്കുക, അത് വരുന്ന എവിടെയുണ്ട്? അതും എല്ലായിടത്തും വരുന്നുണ്ട് അല്ലേ? പിന്നെ ഇനി എന്താ വേണ്ടത് നമുക്ക്? പിന്നെ നമുക്ക് വേണ്ടത് ഡോട്ടർ ഓഫ് കെ. വൈ ഇസ് ദ ഡോട്ടർ ഓഫ് കെ. ഇത്രയായാലും ശരിയായി. അപ്പോൾ അറ്റ് ദ റേറ്റ്, അപ്പോൾ അങ്ങനെ വരുന്ന ഏതുണ്ടെന്ന് നോക്കൂ. അത് കെ വരുന്നത്, അപ്പോൾ അവിടെ വരുന്നത് ഫാദർ ഓഫ് കെ വരുന്നത് എവിടെയാണ് വരിക? സ്ലാഷ് കെ വരുന്നത് ഹാഷ് കെ അല്ലെ? ഹാഷ് കെ വരുന്നത് ഏതാ? മൂന്നാമത്തെ ആൻസറാണ്. അപ്പോൾ എച്ച് ഈസ് ദി വൈഫ് ഓഫ് ജെ, ഈസ് ദ ബ്രദർ ഓഫ് എൽ, and L is the father of
Sorry, L is the son of K. L is the daughter of K എന്നാണ്. അപ്പോൾ H is the wife of J, J is the sister of J is the brother of L, and L is the daughter of K. H is the, അപ്പോൾ മൂന്നാമത്തെയാണ് അതിൻ്റെ കൃത്യമായിട്ടുള്ള ആൻസർ. ശരി, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കൂ, 18th question. Direction. The following figures represent students who can play, sing and dance. ആ ചിത്രം നോക്കൂ. ഒരു വെൻ ഡയഗ്രാണ്. അപ്പോൾ അതിലെ ആ സർക്കിളിലുള്ള ആൾക്കാർ ഡാൻസ് ചെയ്യുന്നവരാണ്, സ്ക്വയറിലുള്ള ആൾക്കാർ പ്ലേ ചെയ്യുന്നവരാണ്, പിന്നെ ട്രയാങ്കിളിലുള്ള ആൾക്കാർ പാട്ട് പാടുന്നവരാണ്, സിംഗ് ചെയ്യുന്നതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് പാർട്ട് ഓഫ് ദ ഫിഗർ റെപ്രസെൻറ്റ്സ് ദ സ്റ്റുഡൻസ് ഹു ക്യാൻ സിംഗ് ആൻഡ് ഡാൻസ്? പാട്ട് പാടുകയും ഡാൻസ് ചെയ്യുകയും ചെയ്യുന്നവർ. അപ്പോൾ പാട്ട് പാടുന്നവർ ഏതിലാണുള്ളത്? ആ ട്രയാങ്കിളിലാണ്. ട്രയാങ്കിളിലുള്ള ആൾക്കാർ FCGE ആണ്. ഡാൻസ് ചെയ്യുന്നവർ ABCF ആണ്. അപ്പോൾ ഇത് രണ്ടും ചെയ്യുന്നവരാരൊക്കെയാ? സർക്കിളിലും വരണം, ട്രയാങ്കിളിലും വരണം. സർക്കിളിൽ ഉൾപ്പെടുന്നവർ, ട്രയാങ്കിളിൽ ഉൾപ്പെടുന്ന ആൾക്കാർ ആരൊക്കെയാ? F and C. അപ്പോൾ ആൻസർ തേർഡ് ആണ്, 3 ആണ് ആൻസർ. F and C എന്നുള്ളതാണ് ആൻസർ. ഇനി 19th ക്വസ്റ്റ്യൻ നോക്കൂ. The number of students who can play is more by A than the number of students who can dance. And the number of students who can do both playing and singing is more by B than the number of students who can do both singing and dancing. Then what is the difference of the number of students who can only dance and who can only play? അപ്പോൾ നമുക്കതൊന്ന് ഒന്ന് പരിശോധിച്ച് നോക്കുന്നുണ്ട്. നോക്കാം, ആൻസറിലേക്ക് നോക്കാം. നോക്കൂ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു ക്യാൻ പ്ലേ ഈസ് മോർ ബൈ എ. അപ്പോൾ ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു ക്യാൻ പ്ലേ, അപ്പോൾ കളിക്കുന്ന കുട്ടികൾ, പ്ലേ ചെയ്യുന്ന കുട്ടികൾ ആരൊക്കെയാണ്? BCDG ആണ്. B+C+D+G മൈനസ് A. ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു ക്യാൻ ഡാൻസ്, ഡാൻസ് ചെയ്യുന്ന കുട്ടികൾ A+B+C+F. ഇത് നമ്മളുടെ ഡിഫറൻസ് A ആണെന്ന് നമുക്ക് അതിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇതാണ്. ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു ക്യാൻ പ്ലേ ഈസ് മോർ ബൈ A ദാൻ ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു ക്യാൻ ഡാൻസ്. ആ സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് എങ്ങനെ എഴുതാം? B+C+D+G മൈനസ് A+B+F ഈക്വൽ ടു A എന്ന്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് അതിൽ ഏതൊക്കെ നമ്മൾ ക്യാൻസൽ ആവും? C ക്യാൻസൽ ആവും, B ക്യാൻസൽ ആവും. അപ്പോൾ D+G മൈനസ് A+F ഈക്വൽ ടു A. അത് ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് എഴുതാം. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കൂ. ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു ക്യാൻ ഡു ബോത്ത് പ്ലേയിങ് ആൻഡ് സിംഗിങ് ഈസ് മോർ ബൈ B ദാൻ ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു ക്യാൻ ഡു ബോത്ത് സിംഗിങ് ആൻഡ് ഡാൻസിങ്. അപ്പോൾ ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു ക്യാൻ ഡു ബോത്ത് പ്ലേയിങ് ആൻഡ് സിംഗിങ്, പ്ലേയിങ്ങും സിംഗിങ്ങും നടത്തുന്ന കുട്ടികൾ ആരൊക്കെയാണ്? പ്ലേയിങ്ങും സിംഗിങ്ങും C+G ആണ് അല്ലേ? മൈനസ് അടുത്ത സിംഗിങ് ആൻഡ് ഡാൻസിങ്, സിംഗിങ്ങും ഡാൻസിങ്ങും നടത്തുന്ന കുട്ടികൾ അതാരൊക്കെയാണ്? F+C. അപ്പോൾ C+G മൈനസ് A+C എന്ന് പറയുന്നത് B ആണ്. അപ്പോൾ അതിന് നമുക്ക് കിട്ടി G മൈനസ് F ഈസ് ഈക്വൽ ടു B. അപ്പോൾ രണ്ട് ഇക്വേഷൻ കിട്ടി. ഫസ്റ്റ് ഇക്വേഷൻ ഈസ് D+G മൈനസ് A മൈനസ് F ഈസ് ഈക്വൽ ടു A. സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ G മൈനസ് F ഈക്വൽ ടു B അല്ലേ? അപ്പോൾ ആ രണ്ട് ഇക്വേഷനിൽ നമുക്ക് ഏതാ കണ്ട്? A-D ആണ് കണ്ടുപിടിക്കേണ്ടത്. A-D ആണ് കണ്ടുപിടിക്കുന്നത്. ദ ഡിഫറൻസ് ഓഫ് ദ നമ്പേഴ്സ് ഓഫ് സ്റ്റുഡൻസ് ഹു ക്യാൻ ഓൺലി ഡാൻസ് ആൻഡ് ഹു ക്യാൻ ഓൺലി പ്ലേ. അപ്പോൾ ഡിഫറൻസ് ഡാൻസ് മാത്രം കളിക്കുന്ന കുട്ടികൾ A ആണ് അല്ലേ? കളിക്കുക മാത്രം ചെയ്യുന്ന, അല്ലെ
സ്പോർട്സ് താരമായിട്ടുള്ള കുട്ടി ഡി മാത്രമാണ്. അപ്പോൾ എ മൈനസ് ഡി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ രണ്ട് ഇക്വേഷനിൽ നിന്ന് എ മൈനസ് ഡി കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കുക. ഫ്രം ഒന്നാമത്തെ ഇക്വേഷനിൽ നിന്ന് എ മൈനസ് ഡി എന്ന് പറയുന്നത് എങ്ങനെ കിട്ടും? എ മൈനസ് ഡി, ഡി പ്ലസ് ജി മൈനസ് എ മൈനസ് എഫ് എ ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ എ മൈനസ് ഡി എങ്ങനെ കിട്ടും നമുക്ക്? ജി മൈനസ് എഫ് മൈനസ് എ എന്ന് കിട്ടും അല്ലെ? ജി മൈനസ് എഫ് മൈനസ് എ എന്ന് കിട്ടും. പക്ഷെ ജി മൈനസ് എഫ് എന്ന് പറയുന്നത് എന്താ? ജി മൈനസ് എഫ് ഈസ് ബി. അപ്പൊ ജി മൈനസ് എഫിന് പകരം ബി എന്ന് എഴുതാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ദിസ് ഈസ് ഈക്വൽ ടു ബി മൈനസ് എ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എ മൈനസ് ഡി എന്ന് പറയുന്നത് ബി മൈനസ് എ എന്ന് കിട്ടും. രണ്ടാമത്തേതിൽ നിന്നും ഒന്നാമത്തെയും രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്നും അത് കിട്ടും. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ കറക്റ്റ് ആൻസർ എന്താ? ബി മൈനസ് എ ആണ്. ഇനി ബി ആണോ എ ആണോ വലിയ സംഖ്യ നമുക്ക് അറിയില്ല. അതുകൊണ്ട് ബി മൈനസ് എ ഡിഫറൻസ് നമുക്ക് എങ്ങനെ എഴുതാം? ഒന്നെങ്കിൽ ബി മൈനസ് എ ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും? എ മൈനസ് ബി ആയിരിക്കും. അപ്പോൾ ആൻസർ ഏതാ? എ മൈനസ് ബി ഓർ ബി മൈനസ് എ എന്നുള്ളതാണ് ആൻസർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് പോകാം. Question number 20. It is given that the total number of students in all the three disciplines are same. Also, sum of the number of students who can only dance and twice of the number of students who can do both singing and dancing equals the sum of the students who can do both singing and playing. And the students who can do both dancing and playing. Then, which among the alternatives is a correct statement about the number of students who can only play and those who can only sing? Above, it is given that the total number of students in all the three disciplines are same. Also, sum of the number of students who can only dance and twice the number of students who can do both singing and dancing equals the sum of the students who can do both singing and playing and the students who can do both dancing and playing. Then, which among the four alternatives is a correct statement about the number of students who can only play and those who can only sing? അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് പോകാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ? ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് ദ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ആൾ ദ ത്രീ ഡിസിപ്ലിൻസ് ആർ സെയിം. 3 ഡിസിപ്ലിനിലുള്ള സ്റ്റുഡൻസിന്റെ ടോട്ടൽ നമ്പർ സെയിം ആണ് എന്ന സ്റ്റേറ്റ്മെന്റിൽ നമുക്കൊരു കാര്യം എഴുതാം. എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് എഫ് ഈസ് ഈക്വൽ ടു എഫ് പ്ലസ് സി പ്ലസ് ഇ പ്ലസ് ജി ഈസ് ഈക്വൽ ടു ബി പ്ലസ് സി പ്ലസ് ഡി പ്ലസ് ജി. ഈ 3 ഇക്വേഷനിൽ നമുക്ക് ഈ 3 സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് ഒരു 3 ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് ഫ്രം 1 and 2, ഒന്നാമത്തേതിൽ നിന്ന് രണ്ടാമത്തെ എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് എഫ് ഈസ് ഈക്വൽ ടു എഫ് പ്ലസ് സി പ്ലസ് ഇ പ്ലസ് ജി. അതിൽ നമുക്ക് എന്ത് കിട്ടും? രണ്ടിടത്തും രണ്ട് സൈഡിലും ബി പ്ലസ് സി പ്ലസ് എഫ് ഉണ്ട് അല്ലേ? അപ്പോൾ സി പ്ലസ് എഫ് ക്യാൻസൽ ആകുമ്പോൾ എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു ഇ പ്ലസ് ജി എന്ന് കിട്ടും. അത് ഫോർത്ത് ഇക്വേഷൻ ആണെന്ന് വിചാരിക്കുക. ഇനി ഫ്രം 1 and 3 ഇതേപോലെ നമുക്ക് എ പ്ലസ് 1 and 3 എ പ്ലസ് എഫ് ഈസ് ഈക്വൽ ടു ഡി പ്ലസ് ജി എന്ന് കിട്ടും. അത് ഫിഫ്ത്ത് ഇക്വേഷൻ എടുക്കും. ഇനി ഫ്രം 2 and 3 അപ്പോൾ 2, 3 ഉപയോഗിച്ച് ഇതേപോലെ എഫ് പ്ലസ് ഇ ഈക്വൽ ടു ബി പ്ലസ് ഡി എന്ന് കിട്ടും. ഇനി വേറൊരു സ്റ്റേറ്റ്മെന്റ്, അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് തന്നിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് അടുത്തൊരു ഇക്വേഷൻ ഉണ്ടാക്കണം. എന്താണ് അടുത്ത സ്റ്റേറ്റ്മെന്റ്? സം ഓഫ് ദി നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹൂ ക്യാൻ ഓൺലി ഡാൻസ് മാത്രം ചെയ്യാൻ കഴിയുന്ന കുട്ടി എ ആണ്. ആൻഡ് ട്വൈസ് ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹൂ ക്യാൻ ഡു ബോത്ത് സിംഗിങ് ആൻഡ് ഡാൻസിങ്. സിംഗിങ്ങും ഡാൻസിങ്ങും ചെയ്യാൻ പറ്റുന്ന കുട്ടികൾ രണ്ടും, അതിന്റെ ഡബിൾ വെക്കുമ്പോൾ സിംഗിങ്ങും ഡാൻസിങ്ങും ചെയ്യാൻ പറ്റുന്ന കുട്ടികൾ എഫ് പ്ലസ് സി ആണ്. അപ്പോൾ എ പ്ലസ് 2 ഇൻറ്റു എഫ് പ്ലസ് സി ഈസ് ഈക്വൽ ടു ഈസ് മോർ ബൈ ബി equals the sum of the students who can do both singing and playing and the students who can do both dancing and playing. സിംഗിങ്ങും പ്ലേയിങ്ങും ചെയ്യാനും പറ്റും, ഡാൻസിങ്ങും പ്ലേയിങ്ങും ചെയ്യാൻ പറ്റുന്ന കുട്ടികളുടെ എണ്ണത്തിന് തുല്യമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? എ പ്ലസ് 2 ഇൻറ്റു എഫ് പ്ലസ് സി ഈസ് ഈക്വൽ ടു സി പ്ലസ് ജി പ്ലസ് ബി പ്ലസ് സി. അത് 7th ഇക്വേഷൻ ആയിട്ട് എഴുതി. ആ 7th ഇക്വേഷനിൽ നമുക്ക് അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എ പ്ലസ് 2c രണ്ടിടത്തും
ഇവിടെ സി പ്ലസ് സി ഉണ്ട്, ഇവിടെ 2c ഉണ്ട്. അപ്പോൾ a + 2f = g + b എന്ന് കിട്ടും. ഇനി അഞ്ചാമത്തെ ആറാമത്തെ ഇക്വേഷൻ നോക്കൂ. അഞ്ചാമത്തെ ആറാമത്തെ ഇക്വേഷനിൽ നിന്ന് നമുക്ക് a + 2 അഞ്ചാമത്തെ ആറാമത്തെ ഇക്വേഷൻ ആഡ് ചെയ്യാണ്. അപ്പോൾ a + 2f + e = 2d + g + b എന്ന് കിട്ടി. അപ്പോൾ a + 2f എന്ന് പറയുന്നത് നോക്കൂ, g + b ആണ്. a + 2f എന്ന് പറയുന്നത് അത് 7th ഇക്വേഷനിൽ നമുക്ക് കിട്ടിയതാണ്. a + 2f = g + b. അപ്പോൾ a + 2f ന് പകരം g + b + e = 2d + g + b എന്ന് കിട്ടും. ആ g + b രണ്ട് സൈഡിലുണ്ട്, അത് ക്യാൻസൽ ആകുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് e = 2d എന്ന് കിട്ടും. അപ്പോൾ ഇയും ഡിയും തമ്മിലുള്ള ബന്ധം e = 2d എന്നാണ്. ആ റിലേഷൻ പറയുന്നത് എവിടെയാണ് നമ്മൾ നോക്കിയാൽ ആൻസർ ആയി. ഫസ്റ്റ് ചോയ്സ് നോക്കൂ. ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു ക്യാൻ ഒൺലി സിംഗ് എന്ന് പറയുന്നത് ഇ ആണ്. ഈസ് ട്വൈസ് ആസ് മെനി ആസ് ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു ക്യാൻ ഒൺലി പ്ലേ. കളിയിൽ മാത്രം ശ്രദ്ധയുള്ള കുട്ടിയുടെ എണ്ണം ഡി ആണ്. അപ്പോൾ അതിന്റെ ഡബിളാണ് ഇ എന്ന് പറയുന്നതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. അങ്ങനെയാണല്ലോ നമുക്ക് കിട്ടിയത്. അപ്പോൾ കൃത്യമായ ആൻസർ ആദ്യത്തെ ചോയ്സ് തന്നെയാണ്. The number of students who can only sing is twice as many as the number of students who can only play. അപ്പോൾ E = 2D എന്ന ആൻസർ അവിടെ നമുക്ക് കിട്ടുന്നു. ശരി, ഇനി അടുത്ത 21st ക്വസ്റ്റ്യൻ, 21ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കൂ, 21ാമത്തെ ക്വസ്റ്റ്യൻ. കംപ്ലീറ്റ് ദ ഫോളോയിങ് സീരീസ് ആണ്. നേരത്തെ ചെയ്ത പോലെ നമ്പർ ഉപയോഗിച്ചുള്ള ഒരു പാറ്റേൺ ആണ്. ഫസ്റ്റ് ടേം ഈസ് 1 and second term is -8, third term is 81, fourth term is missing and fifth term is 1, 5, 6, 25. അപ്പോൾ ഇത് ഫോർത്ത് ടേം നമുക്ക് കണ്ടെത്തണമെങ്കിൽ ഈ സീക്വൻസിന്റെ ഡെഫിനിഷൻ നമ്മൾ കണ്ടെത്തണം. അപ്പോൾ നമ്മൾ ആലോചിച്ചപ്പോൾ നോക്കൂ, 1² is 1, -2³ is -8, 3⁴ is 81, 1² -2³ 3⁴. അപ്പോൾ അവിടെ വേണ്ടത് 4⁵ ആണ്. -4⁵. അടുത്ത അങ്ങനെയാണെങ്കിൽ 5�6 എന്ന് പറയുന്നത് 5�6 25 × 25 × 25 ആണ്. അപ്പോൾ അത് 1, 5, 6, 25 ആണ്. അപ്പോൾ ശരിയാണ്, നമ്മൾ ഡിഫൈൻ ചെയ്തു. അപ്പോൾ എങ്ങനെ അതിൻ്റെ ഡെഫിനിഷൻ പോവാം? ഫസ്റ്റ് ടേം 1², സെക്കൻഡ് ടേം -2⁻3, തേർഡ് ടേം 3⁴, ഫോർത്ത് ടേം എന്ന് പറയുന്നത് -4⁵. -4⁵ എന്ന് പറയുന്നത് എത്ര? സെക്കൻഡ് ആൻസർ നോക്കൂ, -1024. -1024 ആണ് അവിടുത്തെ ആൻസർ. അപ്പോൾ നമ്മൾ ആ ആൻസർ വേണമെങ്കിൽ ഒന്ന് നോക്കാം. ഇതാ 1² is equal to 1, -2³ is equal to -8, 3⁴ is equal to 81, -4⁵ is equal to -1024, 5�6 is equal to 15625. അപ്പോൾ ആൻസർ -1024 എന്നുള്ളതാണ് കൃത്യമായ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 22. അപ്പോൾ യാബ്രിൻ ഈസ് സ്റ്റാൻഡിങ് 4 meters ഈസ്റ്റ് ഓഫ് റജീബ്, ഹു ഈസ് 1 meter നോർത്ത് ഓഫ് ആച്ചിര. If Sahiba is standing 3 meters south of Achira, then in which direction of Yabrin is Sahiba? അപ്പോൾ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. യാബ്രിൻ എന്ന് പറയുന്ന ആള് 4 meters ഈസ്റ്റ് ഓഫ് രാജീബ് നിൽക്കുന്നതിൻ്റെ 4 മീറ്റർ കിഴക്ക് മാറിയാണ് നിൽക്കുന്നത്. ഇനി രാജീബ് ഹു ഈസ് 1 meter നോർത്ത് ഓഫ് ആച്ചിര. രാജീബ് ആണെങ്കിൽ ആച്ചിരയുടെ നിന്ന് 1 മീറ്റർ വടക്ക് മാറിയാണ് നിൽക്കുന്നത്. സാഹിബ ഈസ് സ്റ്റാൻഡിങ് 3 meters സൗത്ത് ഓഫ് ആച്ചിര. ആച്ചിരയുടെ 3 മീറ്റർ തെക്ക് മാറിയാണ് ആര് നിൽക്കുന്നത്? സാഹിബ നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ
വിച്ച് ഡയറക്ഷൻ ഓഫ് യാബിരൻ ഈ ഷാഹിബ നിൽക്കുന്നത് യാബറിന്റെ ഏത് സൈഡിൽ, ഏത് ഭാഗത്താണ്, ഏത് ഡയറക്ഷനിലാണെന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് അതിനനുസരിച്ച് ചിത്രം വരച്ചു നോക്കാം. ആൻസർ അപ്പോൾ നോർത്ത്, വെസ്റ്റ്, ഈസ്റ്റ്, സൗത്ത് ഒക്കെ അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ പറഞ്ഞനുസരിച്ച് യാബിരിൻ ഈ സ്റ്റാൻഡിങ് 4 meters ഈസ്റ്റ് ഓഫ് രാജീവ്. രാജീവിന്റെ 4 meters ഈസ്റ്റ് ആണ് ആര് നിൽക്കുന്നത്, യാബിരിൻ നിൽക്കുന്നത്. ഹൂ ഈസ് 1 meter നോർത്ത് ഓഫ് ആച്ചിര. നോക്കൂ, രാജീവ് നിൽക്കുന്നത് ആച്ചിര. ആച്ചിര നോക്കൂ 1 meter അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്, അവിടുന്ന് നോർത്തിലേക്കാണ്. ഇനി സാഹിബ് ഈ സ്റ്റാൻഡിങ് 3 meters സൗത്ത് ഓഫ് ആച്ചിര. സാഹിബ് എന്ന് പറയുന്നത് 3 meters സൗത്ത് ഓഫ് ആച്ചിരയാണ്. അവിടെ സാഹിബിന്റെ സ്ഥാനം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ സാഹിബ്, ആച്ചിര, രാജീബ്, യാബറിൻ ഇവരെ ഇത്ര സ്ഥാനം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അവിടെ നോക്കുമ്പോൾ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് നമുക്ക് കിട്ടുന്നത്. ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് ഐസോസിലസ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. രണ്ട് സൈഡ് 4 4 ആണ്. അപ്പൊ അതിന്റെ നോക്കൂ, പിന്നെ ഹൈപ്പോട്ടനീസ് അതിന്റെ കർണമാണ് ഈ യാബറിനും ഷാഹിബയും തമ്മിലുള്ള ഡയറക്ഷൻ നിശ്ചയിക്കുന്നത്. അപ്പോൾ അത് ഏതാണ് ഡയറക്ഷൻ, നമ്മൾ ആ ചിത്രത്തിൽ കാണാം. ആ വെസ്റ്റിനും സൗത്തിനും ഇടയിലാണ്. അപ്പോൾ സൗത്ത് വെസ്റ്റ് ഡയറക്ഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ കൃത്യമായ ആൻസർ സൗത്ത് വെസ്റ്റ് എന്നാണ്. അപ്പോൾ 4th ചോയ്സ് ആണ് കൃത്യമായ ആൻസർ. ഇനി 23rd ക്വസ്റ്റ്യൻ. ലെറ്റ് us go to the next question, question number 23. നോക്കൂ, അവിടെ ഒരു ചിത്രമാണ് തന്നിട്ടുള്ള വെൺചിത്രമാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡയഗ്രാം ഇൻഡിക്കേറ്റ്സ് ദ ബെസ്റ്റ് റിലേഷൻഷിപ്പ് എമംഗ് മെൻ, ഫാദേഴ്സ് ആൻഡ് ടീച്ചേഴ്സ്. അപ്പോൾ മെൻ, ഫാദേഴ്സ് ആൻഡ് ടീച്ചേഴ്സ് ഈ മൂന്നെണ്ണത്തിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റിയ ചിത്രം താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏതാണെന്നാണ് ചോദ്യം. അപ്പോൾ ഏതാണ് നോക്കൂ. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡയഗ്രാം ഇൻഡിക്കേറ്റ്സ് ദ ബെസ്റ്റ് റിലേഷൻഷിപ്പ് എമംഗ് ദി മെൻ, ഫാദേഴ്സ് ആൻഡ് ടീച്ചേഴ്സ്. അപ്പോൾ ഫാദേഴ്സ് എല്ലാം മെന്നാണല്ലേ. അപ്പോൾ ഫാദേഴ്സ് എന്ന് പറയുന്നത് മെന്നിന്റെ സബ്സെറ്റ് ആണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഫാദേഴ്സ് എന്ന് പറയുന്നത് മെന്നിന്റെ സബ്സെറ്റ് ആണ്. അപ്പോൾ മെന്നിനുള്ളിലായിരിക്കണം എപ്പോഴും ഫാദർ. അപ്പോൾ അങ്ങനെ വരുന്ന 3 ചിത്രങ്ങളുണ്ട്. എ, ബി, ഡി ഉണ്ട്. അപ്പോൾ സി നമ്മൾ ക്യാൻസലാക്കി, സി ഉൾപ്പെടില്ല. ഇനി ടീച്ചറുടെ, അപ്പം മെൻ, ഫാദേഴ്സ് ആൻഡ് ടീച്ചേഴ്സ്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്ത്, ഫാദർ എല്ലാ ഫാദറും ടീച്ചർ ആകണമെന്നില്ല, ചില ഫാദേഴ്സ് ടീച്ചർ ആകാം. പിന്നെ ടീച്ചേഴ്സ് എല്ലാം മെന്നും അല്ലല്ലേ. അപ്പൊ അങ്ങനെ വരുന്ന ചിത്രം ഏതാണ്? അപ്പോൾ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് ഫാദറും ആകാം, മെന്നും ആകാം, പിന്നെ അതല്ലാതെ ആകാം. അങ്ങനെ വരുന്ന ചിത്രം ഏതാണ് നോക്കൂ. അപ്പോ ഡിയിലാണെങ്കിൽ എല്ലാം അകത്ത് വരുന്നത് പറ്റൂല. ബിയിലാണെങ്കിൽ നോക്കൂ, ആ പിന്നെ ഫാദർ ടീച്ചർ ആവുന്നണമെന്നില്ല, അങ്ങനെയാണ് വരുന്നത് അല്ലേ. അത് ശരിയാവുന്നില്ല. അപ്പൊ കൃത്യമായ ആൻസർ എ ആണ്. എയിലെ ചിത്രത്തിന്റെ പ്രത്യേകത ആ സർക്കിളിനുള്ളിൽ വരുന്ന ചെറിയ സർക്കിൾ. അപ്പോൾ വലിയ സർക്കിള് നമ്മൾ മെന്നിനെ സൂചിപ്പിക്കുന്നു, ചെറിയ സർക്കിള് ഫാദറാണ്. പിന്നെ ആ എലിപ്സ് നോക്കൂ, 3 ഇതിലും ഇത് ചെയ്യുന്നുണ്ട്, ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ആ എലിപ്സിലെ ടീച്ചറാണ്. ടീച്ചർ എന്ന് പറയുമ്പോൾ ആ ഫാദറായിട്ടുള്ള ടീച്ചറുണ്ട്, മെന്നായിട്ടുള്ള ടീച്ചറുണ്ട്, ഇത് രണ്ടും അല്ലാത്ത ടീച്ചറുണ്ട്, കുറച്ച് ഭാഗം പുറത്തുണ്ട്. അപ്പോൾ ശരിയായ ആൻസർ എ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 24th ക്വസ്റ്റ്യൻ. നോക്കൂ, ഇഷാൻ വിഷസ് ഇർഫാൻ ഗുഡ് മോർണിംഗ് when the hour hand of a measured clockwise clock is positioned between 9 and 10. The angle between two hands is 145 degree. The time shown by the clock is, well, Ishan wishes Irfan good morning when the hour hand of a clock is positioned between 9 and 10. അപ്പോൾ ഹവർ ഹാൻഡ്, മണിക്കൂർ സൂചി എന്ന് പറയുന്നത് 9 നും 10 നും ഇടയിലാണ്. അപ്പോൾ 9 മണി കഴിഞ്ഞ് ഏതൊരു സമയത്താണ്. ദ ആംഗിൾ ബിറ്റ്വീൻ ദ ടു ഹാൻഡ്സ് ഈസ് 145 ഡിഗ്രി. ദ ടൈം ഷോൺ ബൈ ദ ക്ലോക്ക് ഈസ്. അപ്പോൾ നമുക്ക് അതെങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം.
നോക്കൂ, ഇപ്പോൾ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും ഞാൻ അവിടെ വരച്ചിട്ടുണ്ട്. ഇപ്പോൾ 9 മണിയാണെങ്കിൽ ഇങ്ങനെയാണ് സൂചികൾ നിൽക്കുക അല്ലേ? ഹാൻഡിൽ ഇങ്ങനെയാണ് നിൽക്കുക 9 മണിക്ക്. ഹാൻഡ്സ് ഇങ്ങനെയാണ് നിൽക്കുക 9 മണിക്ക്. ഇനി 9 മണി കഴിഞ്ഞു. അപ്പോൾ 9 മണി കഴിയുമ്പോൾ ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താ? 9 മണി കഴിഞ്ഞ് 1 മിനിറ്റ് മാറുമ്പോൾ മിനിറ്റ് സൂചി 6 ഡിഗ്രി തിരിയും. ശരിയല്ലേ? കാരണം 6 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 12 മുതൽ 1 മണി വരെയുള്ള സമയത്ത് 30 ഡിഗ്രിയാണ്. അപ്പോൾ അവിടെ 5 മിനിറ്റ് ആണുള്ളത്. അപ്പോൾ 30 ഡിഗ്രി 5 മിനിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 6 കിട്ടും. അപ്പോൾ 1 മിനിറ്റ് മാറുമ്പോൾ 6 ഡിഗ്രി തിരിയും. അപ്പോൾ മണിക്കൂർ സൂചി ആ 30നെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 60 മിനിറ്റ് അല്ലേ? മൊത്തം 60 മിനിറ്റ് അല്ലേ വരും? 1 മണിക്കൂർ എന്ന് 60 മിനിറ്റ് ആണ്. അപ്പോൾ ആ 9ൽ നിന്ന് 10ലേക്ക് എത്തുമ്പോൾ ആ സമയത്ത് 1 മണിക്കൂറിനുള്ള 60 മിനിറ്റ് ഉണ്ട്. 60 മിനിറ്റ് ആകുമ്പോൾ നമ്മൾ ആ ആംഗിളിൽ 30 ഡിഗ്രിയെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ 1/2 ഡിഗ്രി. അപ്പോൾ 1 മിനിറ്റ് മാറുമ്പോൾ മണിക്കൂർ സൂചി 1/2 ഡിഗ്രി അങ്ങോട്ട് മാറും. മിനിറ്റ് സൂചി ആണെങ്കിൽ 6 ഡിഗ്രി മാറും. അങ്ങനെയാണെങ്കിൽ എക്സ് മിനിറ്റ് ആകുമ്പോൾ മിനിറ്റ് സൂചി 6x ഡിഗ്രി മാറും. മിനിറ്റ് സൂചി x/2 ഡിഗ്രി മാറും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന് ക്വസ്റ്റ്യൻ മനസ്സിലാക്കാം. 9ഉം 12ഉം തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രിയാണ്. അപ്പോൾ 9 കഴിഞ്ഞു എത്രയായി എന്ന് കണ്ടുപിടിക്കാൻ 90 ഡിഗ്രി പ്ലസ് 6x മൈനസ് x/2 = 145. അപ്പോൾ അവിടെ ഉണ്ടായ ആംഗിൾ 145 ആണ് അല്ലേ? അപ്പോൾ എക്സ് ഡിഗ്രിയാണ് മാറുന്നതെങ്കിൽ മിനിറ്റ് സൂചി ഒരു 6x ഡിഗ്രി ഇങ്ങോട്ട് മാറിയിട്ടുണ്ടോ മിനിറ്റ് സൂചി. അതേ സമയത്ത് മണിക്കൂർ സൂചി എത്ര അങ്ങോട്ട് മാറും? 12ന്റെ അടുത്തേക്ക് വരും. x/2 ഡിഗ്രി അടുത്തേക്ക് വരും. അപ്പോൾ 90 ഇപ്പോഴുള്ളത് അതിനോട് 6x കൂടി. അപ്പോൾ മണിക്കൂർ സൂചി അങ്ങോട്ട് x/2 മാറി. അപ്പോൾ 90 പ്ലസ് 6x മൈനസ് x/2 = 145 ആണ്. അപ്പോൾ 6x മൈനസ് x/2 = 145 മൈനസ് 90 = 55. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 12x മൈനസ് x/2 = 55. അപ്പോൾ 11x = 110 എന്ന് കിട്ടും. ദെൻ x = 10 എന്ന് കിട്ടി. അപ്പോൾ ടൈം എത്ര മിനിറ്റ് ആയി? 9 മണി കഴിഞ്ഞ് 10 മിനിറ്റ് ആയി. അപ്പോൾ സമയം 9:10 AM ആണ്. 9:10 AM. അപ്പോൾ കൃത്യമായ ആൻസർ 9:10. രണ്ടാമത്തെ ആൻസറാണ് കൃത്യമായ ആൻസർ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ 25th ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. If 15 plus 10 is equal to 5, 6/3, 6 into 3 is equal to 9, 8/4 is equal to 32, and 12 minus 2 means 6. Then what will be the value of 27 plus 81 minus 9 into 6? അപ്പോൾ ഇവിടെ നമ്മൾ ആകെ ആ സിമ്പിൾസ് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ പ്ലസ് സിമ്പിൾ 15 plus 10 is equal to 5. അപ്പോൾ അതിൽ നമുക്ക് എന്ത് മനസ്സിലായി? ആ പ്ലസ് എന്ന് പറയുന്ന ചിഹ്നം അവിടെ കൊടുത്തിട്ടുള്ളത് സബ്ട്രാക്ഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മൈനസ് ചിഹ്നത്തിന് പകരമാണ് അവിടെ പ്ലസ് കൊടുത്തിട്ടുള്ളത്. 6 into 3 = 9. അപ്പോൾ അവിടെ ഇൻറ്റു സിമ്പിൾ കൊടുത്തിരിക്കുന്നത് ഏതിന് പകരം 6 + 3 ആണ്. അഡീഷൻ്റെ സിമ്പിളായിട്ടാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. 8/4 is equal to 32. അപ്പോൾ ആ ഡിവിഷൻ്റെ സിമ്പിൾ അവിടെ കൊടുത്തിരിക്കുന്നത് മൾട്ടിപ്ലിക്കേഷൻ്റെ സിമ്പിളായിട്ടാണ്. 8 into 4 ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 12 minus 2 is 6. അപ്പോൾ അവിടെ മൈനസ് സബ്ട്രാക്ഷൻ്റെ സിമ്പിൾ കൊടുത്തിട്ടുള്ളത് നമ്മൾ ഡിവിഷൻ്റെ സിമ്പിൾ. അപ്പോൾ 12/2 ആണ് 6. അപ്പോൾ ആ സിമ്പിൾസ് അങ്ങോട്ട് ആകെ മാറിയിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ 27 plus 81 minus 9 into 6 എത്രയാണ് ആൻസർ എന്നാണ് നമുക്ക് കണ്ടുപിടിച്ചത്. നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സിമ്പിൾസ് മാറിയിട്ടുണ്ട്. അപ്പോൾ 27 plus 81 minus 9 into 6 is equal to, അപ്പോൾ പ്ലസിന് വരെ മൈനസ് 20. അപ്പോൾ യഥാർത്ഥത്തിൽ അതെന്താ, എന്ത് ക്രിയകളാണ് ചെയ്യേണ്ടത്? അപ്പോൾ 27ൽ നിന്ന് 81 സബ്ട്രാക്ട് ചെയ്യണം, അതിനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, എന്നിട്ട് പ്ലസ് 6 ആഡ് ചെയ്യണം. അപ്പോൾ അവിടെ 27 minus 81/9 plus 6 ആണ് വേണ്ടത്.
അപ്പോൾ 81/9 ഈസ് 9. അപ്പോൾ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ 27 മൈനസ് 9 പ്ലസ് 6 എന്ന് കിട്ടി. 27 മൈനസ് 9 ഈസ് 27 മൈനസ് 9 എത്രയാ? 18. 18 പ്ലസ് 6 എന്ന് പറയുന്നത് എത്ര കിട്ടി? 24 എന്ന് കിട്ടി. അപ്പോൾ ആ ക്വസ്റ്റ്യനിൽ 24 ആണ് ആൻസർ. 24 എന്ന് പറയുന്നത് സെക്കൻഡ് ആൻസർ ആണ്. അപ്പോൾ കറക്റ്റ് ആൻസർ ഈസ് 24. അപ്പോൾ 25. അപ്പോൾ നമ്മളെ എല്ലാ ചോദ്യങ്ങളും 25 ചോദ്യങ്ങൾ നമ്മൾ ആൻസർ ചെയ്തു. നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. താങ്ക് യു ആൾ.